ഹലോ നമസ്കാരമുണ്ട്. ഞാൻ പ്രീത മേരി തോമസ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മൾ കേക്ക് വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതെന്ന്. അപ്പോൾ അതിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു വിവിധ തരം കേക്കുകളെ പറ്റി, അതായത് നമ്മൾ സാധാരണയായി കൂടുതൽ നമുക്ക് ഓർഡർ കിട്ടുന്ന ചില കേക്കുകളെ പറ്റി ഒരു വീഡിയോ കൂടി ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഇത് കേക്കുകളെ പറ്റി നല്ല അറിവുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല, കേക്കുകളെ പറ്റി വലിയ ധാരണയൊന്നും ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. നമുക്കറിയാം, നമ്മൾ പ്രധാനമായും 2 സ്പോഞ്ചുകളാണ് കേക്കുകൾക്ക് യൂസ് ചെയ്യുന്നത്. ഒന്ന് വനില സ്പോഞ്ചും വനില ഫ്ലേവറും പിന്നെ ചോക്ലേറ്റ് ഫ്ലേവറും. അപ്പം ഈ 2 കേക്കുകൾ വെച്ചിട്ടാണ് നമ്മൾ ഒട്ടുമിക്ക കേക്കുകളും ചെയ്യുന്നത്. അതിലുപയോഗിക്കുന്ന ഫ്ലേവർ ഡിഫറെന്റ് ആകാം, അല്ലെങ്കിൽ അതിലുപയോഗിക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്ന സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സിറപ്പിനൊക്കെ ഡിഫറൻസ് കാണും. എങ്കിൽ പോലും നമ്മൾ ബേസിക്കായിട്ട് ഉപയോഗിക്കുന്ന സ്പോഞ്ചുകൾ ചോക്ലേറ്റ് ഫ്ലേവറും വനില സ്പോഞ്ചുമാണ് യൂസ് ചെയ്യുന്നത്. അതിലെ വനില കേക്ക് നമുക്കറിയാം എല്ലാ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ടതായിട്ടുള്ള കേക്കാണ്. വലിയ കുത്തുന്ന ഫ്ലേവറൊന്നും ഇല്ലാത്ത കേക്കാണ്. നിങ്ങൾ ആർക്കെങ്കിലും ഒരു സർപ്രൈസ് കേക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവരുടെ ഫ്ലേവറിനെ, അവർ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഫ്ലേവറിനെ പറ്റി നിങ്ങൾക്ക് വലിയ ധാരണയില്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ണുമടച്ച് ഓർഡർ ചെയ്യാവുന്ന ഒരു കേക്കാണ് വനില കേക്ക്. നമ്മൾ വലിയ ഫ്ലേവേഴ്സ് ഒന്നും ഇല്ലാത്ത എന്നാൽ ലൈറ്റ് ആയിട്ടുള്ളൊരു ഫ്ലേവറുള്ള വൈറ്റ് സ്പോഞ്ച് കൊണ്ടുണ്ടാക്കിയ ഒരു കേക്കാണ് വനില കേക്ക്. പിന്നീട് നമ്മൾ ചോക്ലേറ്റ് സ്പോഞ്ചുകളുടെ ധാരാളം കേക്കുകളുണ്ട്, അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. നമുക്കറിയാം, കേക്ക് ഓർഡർ ചെയ്യുന്ന സമയത്ത് ആദ്യം എന്നോട് ആളുകൾ, കേക്കിനെ പറ്റി ഒരു അറിവില്ലാത്ത ആളുകൾ പോലും ഓർഡർ ചെയ്യുമ്പോൾ ആദ്യം വരുന്ന കേക്കാണ് നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. കേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ആദ്യം വരുന്ന ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ചോക്ലേറ്റിന്റെ സൈഡിൽ ചോക്ലേറ്റ്സ് ഒക്കെ വെച്ച് മുകളിൽ ചെറീസ് വെച്ചിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ ഓർഡർ വരുന്ന കേക്കുകളിലൊന്നും ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ചോക്ലേറ്റ് സ്പഞ്ചാണ്. അതിനകത്ത് ചെറി ചേർത്തുണ്ടാക്കിയ ഷുഗർ സിറപ്പ് നമ്മൾ ബിറ്റ്വീൻ ദ ലെയേഴ്സ് ചേർക്കുന്നുണ്ട്. പിന്നെ ചോക്ലേറ്റ്സ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത മനോഹരമായ കേക്കുകളിൽ ഒന്നാണ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. രണ്ടാമത്തെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക്. നമുക്കതറിയാം, വൈറ്റ് ചോക്ലേറ്റ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് ചെറീസ് ഒക്കെ വെച്ച് ചെയ്തിട്ടുള്ളൊരു കേക്കാണ് വൈറ്റ് ഫോറസ്റ്റ്. ഇതുപോലെ തന്നെ ചെറീസും വൈറ്റ് ചോക്ലേറ്റ്സും ഒക്കെ വെച്ച് വനില സ്പോഞ്ച്, നമ്മുടെ വനില വൈറ്റ് കേക്കിന്റെ സ്പോഞ്ച് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കേക്കാണ് വൈറ്റ് ഫോറസ്റ്റ് കേക്ക്. ഈ 2 കേക്കുകളും നമുക്ക് ഒട്ടുമിക്ക പേർക്കും അറിയാവുന്ന കേക്കുകളാണ്. പിന്നെ നമ്മൾ കേൾക്കുന്ന കേക്കാണ് റെഡ് വെൽവെറ്റ് കേക്ക്. റെഡ് വെൽവെറ്റ് കേക്കിന് അങ്ങനെ ഒരു പേര് തന്നെ. കേക്കിന്റെ ക്രംസ് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ മുകളിൽ ഒരു വെൽവെറ്റി ഫിനിഷിലൊരു കോട്ടിങ് കൊടുക്കും. നമുക്ക് റെഡ് വെൽവെറ്റ് കേക്ക് കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം, അതിന്റെ മുകളിൽ ഒരു വെൽവെറ്റ് ഫിനിഷ് ഉണ്ട്. അതിനും നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് സ്പഞ്ചാണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രീം ചീസ് വെച്ചിട്ടുള്ള ഒരു ഫ്രോസ്റ്റിംഗ് ആണ് അത് യൂസ് ചെയ്യുന്നത്, നമ്മളത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഞാനാണെങ്കിൽ നോർമലി അതിന്റെ ബേസിക് ക്ലാസിക് ആയിട്ടുള്ള റെസിപ്പിയിൽ അത് ക്രീം ചീസ് ഉണ്ടെങ്കിലും ക്രീം ചീസിന്റെ ടേസ്റ്റ് നമ്മുടെ നാട്ടിലുള്ള പല ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാൾട്ടിനെസ് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അത് ഇഷ്ടമില്ലാത്തവർക്ക് നോർമൽ വിപ്പിംഗ് ക്രീമിലും റെഡ് വെൽവെറ്റ് കേക്കുകൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അത് ഒത്തന്റിക് റെസിപ്പിന്ന് ഡിഫറെന്റ് ആണ്, എങ്കിൽ പോലും ചെയ്ത് കൊടുക്കാറുണ്ട്. ഈ 3 കേക്കുകളെ പറ്റി ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം. പിന്നീട് ബട്ടർ സ്കോച്ച് കേക്ക്, അതും പല ആളുകൾക്കും അറിയാവുന്നതാണ്. അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സ്പെഷ്യൽ കാരമൽ സോസ് ആണ് യൂസ് ചെയ്യുന്നത്. ബട്ടർ സ്കോച്ചിന്റെ ഒരു സോസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേക്കിന്റെ ലെയറുകൾക്കുള്ളിൽ. അതുപോലെ തന്നെ കാരമലൈസ്ഡ് നട്ട്സ് ബ്രോക്ക് ചെയ്ത്, അതിന്റെ ഒരു പ്രലൈൻ എന്ന് പറയും, അത് ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ ബിറ്റ്വീൻ ദ ലെയേഴ്സിന്റെ മുകളിൽ നമ്മൾ കാരമൽ സിറപ്പും ഒക്കെ ചേർത്തൊഴിച്ച് വളരെ സ്വാദിഷ്ടമായ ഒരു കേക്കുകളിൽ ഒന്നാണ് ബട്ടർ സ്കോച്ച് കേക്കും. പിന്നീടുള്ള ഒരു കേക്കാണ് നമ്മുടെ നട്ടി ബബിൾ കേക്ക്. നട്ടി ബബിൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആ കേക്കിന് അങ്ങനെ ഒരു പേര് വരാൻ കാരണം അതിന്റെ ചുറ്റുവട്ടത്ത് നമ്മൾ ധാരാളം ആൽമണ്ട്സും കാഷ്നട്ട്സും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് ഉപയോഗിച്ചിട്ട് ചെറിയ ബബിൾസ് പോലെ നമ്മൾ അതിന്റെ മുകളിൽ ഷേപ്പ് ചെയ്യാറുണ്ട്. ബൂസ്റ്റ് ഒക്കെ ചേർത്തുണ്ടാക്കുന്ന വളരെ സ്വാദിഷ്ടമായ ഒരു കേക്കുകളിൽ ഒന്നാണിത്. ലൈറ്റ് ചോക്ലേറ്റ് സ്പഞ്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ കസ്റ്റമേഴ്സിന്റെ ഫ്ലേവർ ഇതനുസരിച്ചിട്ട് നമുക്ക് അതിൽ സ്ലൈറ്റ് ആയിട്ട് വേരിയേഷൻസ് ഒക്കെ വരുത്താം. മുതിർന്നവർക്കും കുട്ടികൾക്കും എന്റെ അഭിപ്രായത്തിൽ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ്. പിന്നെ നട്ട്സ് ഒന്നും ഇഷ്ടപ്പെടാത്ത കുട്ടികളാണെങ്കിൽ ഞാൻ അത് സജസ്റ്റ് ചെയ്യത്തില്ല അത് ഓർഡർ ചെയ്യാൻ. അത് ഓരോരുത്തരുടെയും ടേസ്റ്റ് ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. പക്ഷെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സ്വാദുള്ള വളരെ സ്വാദിഷ്ടമായ ഒരു കേക്കുകളിൽ ഒന്നാണ് നട്ടി ബബിൾ കേക്കും. പിന്നീട് നമ്മുടെ ഈ വനില സ്പഞ്ചും ചോക്ലേറ്റ് സ്പഞ്ചും ഒരുമിച്ച് വെച്ചിട്ട് ചോക്ലേറ്റ് ഗണാഷും വൈറ്റ് ചോക്ലേറ്റ് ഗണാഷും നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ഗണാഷും ഒക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടൊരു കേക്കുകളിൽ ഒന്നാണ് വാഞ്ചോ. അപ്പോൾ വാഞ്ചോ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് 2 സ്പഞ്ചുകളും നമ്മൾ ഉണ്ടാക്കണം, വനില സ്പഞ്ചും ചോക്ലേറ്റ് സ്പഞ്ചും. ഇത് രണ്ടും ബിറ്റ്വീൻ ദ നമ്മൾ ഓൾട്ടർനേറ്റീവ് ആയിട്ട് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു കേക്ക്, സ്വാദിഷ്ടമായ കേക്കുകളിൽ ഒന്നാണ് വാഞ്ചോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കുകളിൽ ഒന്നാണ്. പിന്നീട് ഒന്നാണ് സ്പാനിഷ് ഡിലൈറ്റ്. സ്പാനിഷ് ഡിലൈറ്റ് എന്ന് പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട, നമ്മളിത് ഉപയോഗിക്കുന്നത് ചോക്ലേറ്റ് സ്പഞ്ചാണ്. ഇതും ഇതിന്റെ ഒരു ബൂസ്റ്റിന്റെ ഫ്ലേവർ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഇൻസൈഡ് നമ്മൾ കാരമലൈസ്ഡ് നട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. ചോക്ലേറ്റ് ചിപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്ന ടേസ്റ്റി ആയിട്ട് ഒരു കേക്കാണ്. നമുക്കൊരു ഐസ്ക്രീം ഒക്കെ കഴിച്ച ഒരു ഫീലാണ്. നമ്മൾ ആ ഒരു നല്ല തണുത്ത ഒരു സ്പാനിഷ് ഡിലൈറ്റ് കേക്കിന്റെ ഒരു പീസ് കഴിച്ചു കഴിഞ്ഞാൽ വളരെ സ്വാദിഷ്ടമായ, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന വളരെ സ്വാദിഷ്ടമായ കേക്കുകളിൽ ഒന്നാണ് സ്പാനിഷ് ഡിലൈറ്റ്.
പിന്നീട് ചോക്ലേറ്റ് ട്രഫിൾ കേക്ക്, റിച്ച് ആയിട്ട് വൈറ്റ് ചോക്ലേറ്റ് അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കേക്കാണ്. ഞാനിത് സത്യം പറഞ്ഞാൽ മുതിർന്നവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടാൻ സാധ്യത കുറവുള്ളൊരു കേക്കാണ്. നല്ല മധുരമുള്ളൊരു കേക്ക് ആയതുകൊണ്ട് തന്നെ കൂടുതലും കുട്ടികളും ടീനേജേഴ്സും ഒക്കെയാണ് ഇങ്ങനത്തെ കേക്കുകളുടെ ആരാധകരെ. എങ്കിൽ പോലും മുതിർന്നവർ ഇഷ്ടപ്പെടുന്നവരുണ്ട്. എങ്കിൽ നല്ല മധുരമുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് കൂടുതലും കുട്ടികൾക്കാണ് ഇഷ്ടപ്പെടുന്നത്, ഈ ചോക്ലേറ്റ് ട്രഫിൾ കേക്ക്. പിന്നെ ഫ്രഷ് ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള ഉണ്ടാക്കുന്ന കേക്കാണ് ഫ്രൂട്ട് കേക്ക്. നമ്മൾ ഉണ്ടാക്കുന്ന ഫ്രഷ് ഫ്രൂട്ട്സ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഫ്രഷ് ഫ്രൂട്ട് കേക്ക്സുകളുണ്ട്. നമ്മൾ അതിൽ നമ്മളെ കേക്കിന്റെ ഇതുമായിട്ട് മാച്ച് ആവുന്ന രീതിയിലുള്ള ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ടാക്കുന്ന കേക്കാണ്. ഇത്തരത്തിലുള്ള കേക്കുകളൊക്കെ നമ്മൾ അന്നത്തെ ദിവസം തന്നെ കട്ട് ചെയ്ത് കഴിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മളിത് സോക്ക് ചെയ്തതും നമ്മളിത് പിറ്റേ ദിവസത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് ചീത്തയാകാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഫ്രഷ് ഫ്രൂട്ട് കേക്കുകളൊക്കെ നമ്മൾ അന്നത്തെ ദിവസം തന്നെ കഴിക്കുന്നതാണ് നല്ല. വളരെ സ്വാദിഷ്ടമായ കേക്കുകളിൽ ഒന്നാണ്. ഫ്രൂട്ട്സിന്റെ എല്ലാ റിച്ച്നെസ്സും ചേർന്ന് നമ്മൾ ബിറ്റ്വീൻ ഈ ലെയേഴ്സിന് ഇടയ്ക്ക് കട്ട് ചെയ്ത ഫ്രൂട്ട്സും ഒരു സ്പെഷ്യൽ മിക്സ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇതിനുള്ളിൽ കേക്കിന്റെ ലെയർ ചെയ്ത് ഉണ്ടാക്കുന്ന കാണാനും കഴിക്കാനും ഒക്കെ സ്വാദുള്ള ഒരു കേക്കാണ്. അത് മുതിർന്നവർക്ക് ഇഷ്ടപ്പെടുന്ന കേക്കുകളിലൊന്നാണ് ഈ ഫ്രഷ് ഫ്രൂട്ട് കേക്ക്. പിന്നീട് വരുന്ന കേക്കുകൾ ഒരുപാട് ടൈപ്പ് ഫ്ലേവേഴ്സ് മാർക്കറ്റിൽ പുതുതായിട്ട് ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒരുപാട് കേക്കുകളുണ്ട്. അതൊക്കെ നമുക്കറിയാം. ഫ്ലേവേർഡ് ആയിട്ടുള്ള കേക്കുകൾ നമുക്കറിയാമല്ലോ. നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ വളരെ പെട്ടെന്ന് അവൈലബിൾ ആയ, നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് അവൈലബിൾ അല്ലാത്ത സാധനങ്ങളാണ് സ്ട്രോബെറി, ബ്ലൂബെറി ഒക്കെ. അതിന്റെ മാർക്കറ്റിൽ റെഡി മിക്സ് ആയിട്ട് അവൈലബിൾ ക്രഷസ് യൂസ് ചെയ്തിട്ടും ഇപ്പൊ പല സൂപ്പർ മാർക്കറ്റുകളിലും സ്ട്രോബെറീസ് അവൈലബിൾ ആണ്. എങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ അത്ര സുലഭമായി കിട്ടുന്ന സാധനമല്ല. അപ്പം ഈ ഫ്ലേവേർഡ് ആയിട്ടുള്ള കേക്കുകളിൽ മിക്കതും നമ്മുടെ റെഡിമെയ്ഡ് ക്രഷസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അത് സ്ട്രോബെറി ആകാം, ബ്ലൂബെറി ആകാം, മാംഗോ ആകാം. മാംഗോ പിന്നെ സീസൺ വരുന്ന സമയത്ത് ഫ്രഷ് മാംഗോസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അത് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു കേക്കുകളിൽ ഒന്നാണ്. പിന്നീട് ഒരുപാട് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് കേക്കുകളുണ്ട്. ഇതൊരു ബേസിക് ആയിട്ടുള്ള കേക്കിനെ പറ്റി ഓർഡർ ചെയ്യുമ്പോൾ അതിനെപ്പറ്റി ഒന്നും അറിയാത്ത ഒരാളുകൾക്ക് വേണ്ടിയിട്ട് ചെയ്ത ഒരു വീഡിയോ ആണ്. പിന്നെ ഓറിയോ കേക്ക്സ് ഉണ്ട്, നമ്മൾ ചോക്ലേറ്റ്സ് വെച്ചിട്ടുള്ള കേക്കുകളുണ്ട്, കിറ്റ്കാറ്റ് കേക്കുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് കേക്കുകൾ മാർക്കറ്റിലുണ്ട്. നമുക്ക് ഇവിടെ തന്നെ ഞാനൊരു നാട്ടിൻ പ്രദേശത്ത് താമസിക്കുന്ന ആളായതുകൊണ്ട് തന്നെ എനിക്ക് വരുന്ന കൂടുതൽ ഓർഡേഴ്സും നമ്മൾ ബേസിക് ആയിട്ട് സാധാരണ ആളുകൾക്കൊക്കെ അറിയുന്ന കേക്കുകളൊക്കെ ആയിരിക്കും കൂടുതൽ പേര്, ഭൂരിപക്ഷം പേരും ഓർഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ബേസിക് ആയിട്ട് ഈ കേക്കുകളെ പറ്റിയൊക്കെ പറഞ്ഞത്. പിന്നെ ഡ്രീം കേക്ക്സ് ഒക്കെ നമുക്കറിയാം. അതൊക്കെ ഒരു നമ്മുടെ ചോക്ലേറ്റ് മൂസും ചോക്ലേറ്റ് ഗണാഷും നട്ട്സും ഒക്കെ ചേർത്തിട്ടുണ്ടാക്കിയ ടിന്നുകളിൽ വരുന്ന കേക്ക് ഉണ്ട് ഡ്രീം കേക്ക്സ്. അതൊക്കെ ഒരു സമയത്ത് ട്രെൻഡിങ് ആയിട്ടുള്ള കേക്കുകളായിരുന്നു. പ്രീമിയം ചോക്ലേറ്റ്സ് വെച്ചുണ്ടാക്കുന്നതാണ്. അപ്പം അങ്ങനെ എല്ലാവിധമായ കേക്ക് എന്ന് പറയുന്നത് നമ്മളെ ഇപ്പോൾ ഒട്ടുമിക്ക ഫംഗ്ഷനുകളിലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു വിഭവമായിട്ട് മാറിയിരിക്കുകയാണ് കേക്ക്. നമ്മളെല്ലാ ഫംഗ്ഷൻസിനും അറിയാം. ഇപ്പം ഒട്ടുമിക്ക ഫംഗ്ഷൻസിനും കേക്ക് ആഘോഷവേളകളുടെ ഒരു മധുരം കൂട്ടുന്നതിന് സഹായിക്കുന്ന ഒരു വലിയ ആളുകൾ, ഞാൻ പറഞ്ഞില്ലേ ഭക്ഷണത്തെ പറ്റിയും കലോറീസിനെ പറ്റിയൊക്കെ ഒരുപാട് ഇപ്പം അവെയർ ആണ്. ആളുകൾ മധുരം കഴിക്കുന്നതൊക്കെ വളരെ ചിന്തിച്ചിട്ടാണ്. എങ്കിൽ പോലും എത്ര മധുരം കഴിക്കാത്തവരാണെങ്കിലും എത്ര ഡയബറ്റിക്സ് ഉള്ളവരാണെങ്കിലും ഒക്കെ ആണെങ്കിലും കേക്ക് കഴിക്കാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. എല്ലാം ചെറിയ പോർഷൻസ്, ചെറിയ അളവിൽ എന്തും കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നിയന്ത്രിതമായ അളവുകളിൽ അത് എന്ത് സാധനങ്ങളാണെങ്കിലും കഴിക്കുന്നത് നല്ലതാണെന്ന് തന്നെയുള്ള അഭിപ്രായക്കാരിയാണ്. പക്ഷെ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബെസ്റ്റ് പ്രൊഡക്ട്സ് നല്ലതായിട്ട് ചെയ്യുന്ന ആളുകളിൽ നിന്ന് വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദിവസങ്ങളായി ഉണ്ടാക്കി വെച്ചതോ പഴകിയതോ സാധനങ്ങളൊന്നും വാങ്ങാതെ കുട്ടികൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്നതല്ലേ നല്ലൊരു കേക്ക് ഉണ്ടാക്കുന്ന ആളിൽ നിന്ന് നിങ്ങളുടെ ആഘോഷവേളകൾ മധുരകരമാക്കാൻ നല്ല കേക്കുകളൊക്കെ ഓർഡർ ചെയ്യുക. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. താങ്ക് യു.